പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ബത്സദ കുളക്കരയിൽ അവിടെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ബത്സദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി നമ്മളും വന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളോട് ദൈവത്തിന് കരുണയുണ്ടാകട്ടെ. ഈ തളർവാദ രോഗിയോട് ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് പേര് കുർബാനയ്ക്ക് മുമ്പ് ഫോൺ വിളിയും സംസാരമൊക്കെ ആയിട്ട് കളഞ്ഞു. കുറേ പേര് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. പോട്ടെ, അത് കുഴപ്പമില്ല. ഇനി കുർബാന സമയമെങ്കിലും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൂടെ? നന്നായിട്ട് ആഗ്രഹിക്കണം. അതായത് ഈശോയ്ക്കറിയാം ആ രോഗിയാണ്, ഇത്ര വർഷമായിട്ട് അവിടെ കിടപ്പിലാണെന്നറിയാം. എന്നാൽ ഇരിക്കട്ടെ, സൗഖ്യം. അങ്ങനെ തരില്ല. ആഗ്രഹം ഉണ്ടാവണം. അത് ചോദിക്കുക, ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. വെറുതെ തരില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അത്ര വിലയുള്ളോ? വലിയ വിലയുള്ള കാര്യമാണ്. ഇന്ന് ഏപ്രിൽ 1-ാം തീയതി, തപസ് കാലത്തിൻ്റെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഏപ്രിൽ 20-നാണ് ഈസ്റ്റർ. ഇപ്പം ചോദിച്ചാലും കിട്ടും ഒരനുഗ്രഹം. ഈസ്റ്റർ ഗിഫ്റ്റ് കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ സാധിക്കും. തപസ് കാലത്തിന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പോയില്ലേ? നന്നായിട്ട് ചിലവഴിച്ചവരുണ്ട്, നന്നായിട്ട് ചിലവഴിക്കാതെ പോയതുമുണ്ട്. സാരമില്ല, പോട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ ഒന്ന് നന്നായിട്ട് നമുക്ക് ചിലവഴിക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ദൈവത്തിന് തോന്നും ഇവൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നും. ഇവൻ ആഗ്രഹമുണ്ട്, ഒരനുഗ്രഹം സ്വീകരിക്കാനുള്ള അർഹത ഇവനുണ്ട് എന്ന് തോന്നിയാൽ ദൈവം അനുഗ്രഹം തരും. നമ്മൾ കരുണയുടെ ഇടത്തിലാണ്. കരുണ അല്ലെങ്കിൽ ഇങ്ങനൊരു തീർത്ഥാടന കേന്ദ്രം ഇന്ത്യയിൽ നമുക്ക് വേണ്ടി ദൈവം ഉയർത്തുമോ? ഇന്ന് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് പല പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉള്ളതുകൊണ്ടാണ്. ഈ കരുണയുടെ ഭവനത്തിൽ നമുക്ക് ദൈവത്തിന് കാരുണ്യം ലഭിക്കട്ടെ. നന്നായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ.
പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യമായ ഭക്തിയുടെ ആദരപൂർവകമായ അനുഷ്ഠാനം അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തട്ടെ. യോഗ്യമായ മനസ്സുകളോടെ പെസഹാരഹസ്യം സ്വീകരിക്കുവാനും അങ്ങേ രക്ഷയുടെ പ്രഘോഷണം വിളംബരം ചെയ്യാനും ഇടവരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ദൈവദൂതൻ എന്നെ ദേവാലയവാതിക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലത് ഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്ക് വശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്കൊഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളുണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം വൃക്ഷങ്ങളും വളരും.
അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തുനിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ പ്രിയരെ, നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്നൊരു ചിന്ത നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. അങ്ങനൊരു ചിന്ത ഇല്ലാത്തതായിരിക്കാം നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമാകുന്നത്. ചില ആളുകൾ നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാനൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നവരുണ്ട്. അവരത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ കുമ്പസാരിക്കാൻ വരാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് വന്നതാണ്, ഈ പോക്ക് ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല എന്ന് തോന്നിയിട്ട് വന്നതാണെന്ന് അവർ പറയും. ചില ആളുകൾ അത് നിർബന്ധിക്കപ്പെട്ടു വരും. വീട്ടുകാർ പറഞ്ഞു, അതുകൊണ്ട് വന്നു. അങ്ങനെ ഉണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന ചിന്ത നമുക്ക് വേണം. അതാണ് ദൈവം ഇടപെടാനായിട്ടുള്ള ഒരാദ്യത്തെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു അവസ്ഥയാണ്. പാപമോചനം വേണം എന്ന് ചിന്തിക്കാത്തതാണ് ഏറ്റവും വലിയ തിന്മ. അനുതാപമില്ലാത്ത അവസ്ഥ നമുക്ക് അത് ഒരു തഴക്കമായി ഈ പോക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ പോയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവം എന്നോട് കോപിച്ചിട്ടൊന്നുമില്ല എന്നൊരു ചിന്ത, അത് ആണ് ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാനിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് വരുന്നത്. നന്നായിട്ട് ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഈശോ 3 പ്രാവശ്യമാണ് ഈശോയുടെ വർത്തമാനം ഇതിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കേൾക്കുന്നത്. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് മുൻപ് അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇവൻ ആഗ്രഹമുണ്ടെന്ന് അല്ലെങ്കിൽ ഇവൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ഈശോയ്ക്ക് എങ്ങനെ തോന്നി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഈശോയ്ക്ക്. കുറേ രോഗികളുണ്ട്, പക്ഷെ ഇവനോട് മാത്രം ഇവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈശോയ്ക്ക് തോന്നി. അപ്പോൾ അതാണ് ഈശോയുടെ ആദ്യത്തെ ചോദ്യം, ആഗ്രഹമുണ്ടോ? നമുക്ക് വിവാഹ തടസ്സമുള്ളവർ, അച്ഛാ എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല, അങ്ങനെ അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, അവന് ആഗ്രഹമുണ്ടോ? വിവാഹം കഴിക്കാൻ അവന് ആഗ്രഹമുണ്ടോ? ഇത് ഇല്ല, വാഗ്ദാനം ചെയ്യുന്ന കർമ്മത്തിൽ പുരോഹിതൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്, സന്നദ്ധനാണോ? ഈ ദൗത്യം ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടാകണം. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. അത് കാനാൻകാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, മത്തായി 15:28 നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. അപ്പോൾ ആഗ്രഹം ഉണ്ടാകണം. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 10:51 ബർത്തമയോസിനോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലും ഈ ബർത്തമയോസിൻ്റെ പേര് പറയുന്നില്ല, അവിടെ ആ ഒരു കാര്യം പറയുന്നിടത്ത് ഇത് തന്നെ പറയുന്നുണ്ട്. സങ്കീർത്തനം 37:4 കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക. നമ്മളിങ്ങനെ ഇന്നത്തെ 1-ാം വായന ദേവാലയവുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ കേട്ടത്. സഭ ഇല്ലേ, കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത്, ചർച്ച് എന്നുള്ള വാക്കും നമ്മൾ ദേവാലയം എന്നല്ലേ പറയുക. അപ്പോൾ ഇത് ബിൽഡിംഗ് ആയിട്ടുള്ള ദേവാലയം. നമ്മുടെ ജീവിതം ദേവാലയത്തിൽ ആരംഭിച്ച, ദേവാലയത്തോട് ചേർന്ന് ദേവാലയത്തിൻ്റെ അകത്ത്, കത്തോലിക്ക സഭയിൽ ദേവാലയത്തിനകത്ത് ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ സുവിശേഷത്തിൽ അങ്ങനെ കിടക്കയുമെടുത്ത് നടക്കുക എന്നാണ് 2-ാമത്തെ വാക്യം. 3-ാമത്തേത് ഈശോ പറയുന്നത്, അങ്ങനെ അവൻ ദേവാലയത്തിൽ വെച്ച് 14-5 യോഹന്നാൻ 5:14 പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു അനുഗ്രഹം പൂർണ്ണമാകുന്ന ഇടമാണ് ദേവാലയം. അപ്പോൾ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, കുമ്പസാരം, കുർബാനർപ്പണം, ഇതൊക്കെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ടാകും. ഇതൊന്നും ചെയ്യാൻ നടക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് നമുക്കുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എത്ര നാളായി? കാരണം അപ്പനും അമ്മയും എടുത്തുകൊണ്ട് പോയി പരിശീലിപ്പിച്ചൊരു കാര്യമാണ് അത്. പിന്നീട് ചെയ്യാതാവുമ്പോൾ അപ്പനും അമ്മയും ബഹുമാനിക്കാത്തതിന് തുല്യം തന്നെയാണ്. സഭ വിട്ടുപോകുന്നവരില്ലേ, കത്തോലിക്ക സഭ വിട്ടുപോകുന്നവർ, കത്തോലിക്ക സഭയിൽ വളർത്തി പരിശീലിപ്പിച്ച് മക്കൾ
എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയി പിന്നെ ഏതെങ്കിലുമൊക്കെ കേട്ട് വേറെ ഏത് സഭകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിന് തുല്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഒരു മിസ്സിങ് ഫീലിംഗ് ആയിട്ട് ഉണ്ടാകണം. അപ്പോൾ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. എല്ലാവർക്കും, തൊഴിൽ മേഖലയിലുള്ളവർക്കും പഠന മേഖലയിലുള്ളവർക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കാവുന്നൊരു വചനമാണ് റോമ 9:16. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ്, കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. റോമ 9:16 ഓർക്കാൻ സുഖമാണ്, സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് 916. അത് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്, നമ്മൾ പിടിച്ചു വാങ്ങുന്നതല്ല, ദൈവം തരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു പാട്ട് നിങ്ങൾ പണ്ട് ഇങ്ങനെ പാടി പതിഞ്ഞൊരു പാട്ടാണ്, യേശുനാമം എൻ്റെ ആശ്രയം. യേശുനാമം എൻ്റെ ആശ്രയം ഇല്ലേ? അതിൽ ബത്സയിദ കുളക്കടവിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകും, ഇങ്ങനെ തുടങ്ങുന്ന പാട്ടിൽ ആ ബത്സയിദ എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ശരിക്കും ബത്സയിദ എന്നത് അത് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലം എന്നാണ്. ഫിഷർമെൻ, പ്ലേസ് ഓഫ് ഫിഷർമെൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ സുവിശേഷത്തിലെ വാക്ക് ബെത്സദ എന്നാണ്, ബെത്സയിദ എന്നല്ല. ആ പാട്ട് തെറ്റിച്ചാണ് എഴുതിയത്. ബെത്സദ. യോഹന്നാൻ 5 അത് രണ്ടാമത്തെ വാക്യമാണ്. മറ്റേത് യോഹന്നാൻ 1:44. യോഹന്നാൻ 1:44 പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ബെത്സയിദ, ബെത്സദ. ബെത്സദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. കരുണയുടെ ഭവനം, കരുണ ലഭിക്കാൻ. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ തളർവാദ രോഗി കരുണയുടെ ഇടത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ പഠന വിഷയത്തിലേക്ക് വന്ന 2 വാക്കുകളാണ് ബഥേൽ, ബത്ലഹേം. ബഥേൽ എന്ന വാക്ക് അത് നമ്മൾ കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ്. യാക്കോബിൻ്റെ ഗോവണി, ഇങ്ങനെ ദൈവദൂതന്മാർ കയറിപ്പോന്ന് ഇറങ്ങി വരുന്നു, ഇങ്ങനെ അത് കാണും. അതിൻ്റെ അറ്റം ആകാശത്തെ മുട്ടിയിരുന്നു. ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇത് യാക്കോബിനുണ്ടാകുന്നൊരു സ്വപ്നമാണ്. അങ്ങനെ സ്വപ്നത്തിൽ പല കാര്യങ്ങളും ഉണ്ടായി. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാനപ്പോൾ ചിന്തിച്ചൊരു കാര്യം, സഭയിലെ മാമോദീസയിലൂടെ നീ സഭയുടെ ഉള്ളിലാണ്, ദേവാലയത്തിനകത്താണ്, കത്തോലിക്ക സഭയിലാണ്. നിന്നോട് മാമോദീസയിലൂടെ നിനക്ക് ആ കൂദാശയിലൂടെ നിനക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ സഭയിലൂടെ നിനക്ക് പൂർത്തീകരിച്ച് തരും. ദൈവം പൂർത്തീകരിച്ച് തരും. പക്ഷെ നിനക്കത് സ്വീകരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ സഭയുടെ ഉള്ളിലാണ്. നീ എവിടെ ഓടിയാലും എവിടെ പോകാനാണ്? നീ സഭയുടെ ഉള്ളിലാണ്, ദേവാലയത്തിനകത്താണ്, നീ അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തിലാണ്. പക്ഷെ നീ ആഗ്രഹിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. പലർക്കും അറിയില്ല. ഇപ്പം സഭയുടെ ഉള്ളിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും സഭയുടെ മക്കളാണെന്ന് അറിയാത്തതുപോലെയുള്ള ജീവിതമാണ് പലരുടെയും. കുമ്പസാരമില്ല, കുർബാന സ്വീകരണമില്ല. സഭയുടെ ഉള്ളിലാണ് മക്കളെ, ദൈവം വിളിച്ചു ചേർത്തതാണ് നിങ്ങളെ സഭയിലേക്ക്. അപ്പോൾ യാക്കോബ്, എന്നാൽ ഞാനതറിഞ്ഞില്ല, ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. നമുക്ക് മറ്റൊരു പദമാണ് ബേത്ലഹേം. അത് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ്. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അപ്പത്തിൻ്റെ ഭവനം എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ ഒന്ന് ചിന്തിച്ചേ. ഞായറാഴ്ച ആചരണവുമായി ബന്ധപ്പെട്ട് ബഥേൽ, ദൈവത്തിൻ്റെ ഭവനം. ദൈവത്തിൻ്റെ ഭവനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വിശ്വാസികളാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഭവനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വിശ്വാസികളാണ് നമ്മൾ. ഞായറാഴ്ച ആചരണം മുടക്കരുത്. ഈ തപസ് കാലത്തെങ്കിലും പ്രിയ മക്കളെ, ഞായറാഴ്ച ആചരണം മുടക്കരുത്. തീർത്ഥാടനത്തിൻ്റെ പേരിൽ പോലും തീർത്ഥാടനം ചെയ്ത് വന്ന കൂട്ടത്തിൽ ഞായറാഴ്ച മുടങ്ങിപ്പോയി. ഞായറാഴ്ച ആചരിക്കണ്ടേ? ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം.
നമ്മുടെ ഈ ലാറ്റിൻ ക്രമത്തിൽ 40 ദിവസമാണ് നോയമ്പ്. അതിൽ 46 ദിവസം വരുന്നുണ്ട്, 6 ഞായറാഴ്ചകൾ, വിഭൂതി ബുധൻ മുതൽ ഈസ്റ്റർ വരെ. ഈ ഞായറാഴ്ചകളൊന്നും നോയമ്പെടുക്കാം, പക്ഷെ നോയമ്പിൻ്റെ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല. ഈസ്റ്റർ പോലും നമ്മൾ നോയമ്പിൽ കൂട്ടാൻ പാടില്ല, കാരണം കർത്താവിൻ്റെ ഉത്ഥാന ദിവസമല്ലേ. അപ്പോൾ ഈ ഒരു ബോധ്യം കിട്ടിയ ഒരാൾ മാർച്ച് 14 തീയതി, അത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മറ്റോ ആണ്. അപ്പോൾ ഞായറാഴ്ച കർത്താവിൻ്റെ ഉത്ഥാന ദിവസമാണല്ലോ. പള്ളിയിൽ പോയി കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അതേ ഇഫക്റ്റാണ് ഞായറാഴ്ചയ്ക്ക്. അപ്പോൾ അവൻ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 20 ഈസ്റ്റർ. ഇപ്പോഴേ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങാം. അങ്ങനെ ഞായറാഴ്ചത്തേക്ക് വേണ്ടി ഈസ്റ്റർ ഗിഫ്റ്റ് അവൻ ചോദിച്ച് പ്രാർത്ഥിച്ചു. അവന് ശനിയാഴ്ച രാത്രി ഒരു മെസ്സേജ് വരുന്നു. അവന് ജർമ്മനിക്ക് പഠിക്കാൻ പോകാനായിട്ടുള്ള വിസ വന്നു. അവൻ്റെ പേരിന് കുറേ കോംപ്ലിക്കേഷനുണ്ട്, അവൻ്റെ അഡ്രസ്സിന് കുറേ കോംപ്ലിക്കേഷനുണ്ട്. അത് ഒരു തടസ്സ കാരണമാണ്. വിസ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടും അവൻ ഈ ഒരു ബോധ്യം, ഈ ദൂത് കേട്ടപ്പോൾ അവൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അവന് വിസ കിട്ടി. ഇന്ന് ഏപ്രിൽ 1 ഇന്ന് അവൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഇന്ന് ബാംഗ്ലൂർ അവൻ എയർപോർട്ടിലാണ്. ഈസ്റ്ററിന് മുമ്പ് തന്നെ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം ഞായറാഴ്ച ആചരണം, പ്രിയ ദൈവപൈതലേ, നിനക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ദൈവത്തിന് കൊടുക്കുന്നൊരു തെളിവാണ് ഞായറാഴ്ച ആചരണം. ഞായറാഴ്ച ആചരിക്കണം. നീ എന്താ ചെയ്യുന്നത് ദൈവത്തിനറിയാം. ദൈവം നിന്നെ നോക്കി നടക്കുക. ഇനി കരുണയുടെ ഇടം കുമ്പസാരക്കൂടല്ലേ. ബെത്സദ, ബെതേൽ ദേവാലയമാണെങ്കിൽ ബെത്സദ അത് കരുണയുടെ ഉറവിടമാണ്, കരുണയുടെ സ്ഥലമാണ്. കുമ്പസാരമല്ലേ കരുണ കിട്ടുന്ന സ്ഥലം? ഇല്ലേ? ദൈവം നിരുപാധികം ക്ഷമിക്കുന്ന കോടതിയാണ് കുമ്പസാരക്കൂടം. നീ സമാധാനത്തിൽ പോകാൻ ഒരു വിധിയുമില്ല, ഒരു കുറ്റപ്പെടുത്തലുമില്ല അവിടെ. ദൈവം നിന്നെ നിരുപാധികം ക്ഷമിച്ച് നിന്നെ വിടുന്ന സ്ഥലമാണ് കരുണയുടെ ഇടം. അതിലൂടെ നീ കടന്നു പോകണം. നീ കുമ്പസാരിക്കണം. കുമ്പസാരിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ ഏറ്റുപറയുന്നത്. ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമുക്ക് പാപമോചനം തരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് വേറെ വഴിയില്ല. ഓർത്തോയ്ക്ക്, ഒടേ തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തിട്ട് നമുക്ക് കരുണ തരുന്നു, നമുക്ക് പാപമോചനം തരുന്നു, ദൈവവരപ്രസാദം തരുന്നു. ഇത് നിസ്സാര കാര്യമാണോ? അപ്പൊ കുമ്പസാരിക്കാതെ നടക്കുന്നവർ ഈശോയുടെ മരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കരുണയുടെ ഇടത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിൻ്റെ കരുണ, ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് യേശുവെങ്കിൽ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. ഇനി അങ്ങനെ അവൻ കിടക്കയും എടുത്ത് നടന്നു. 14-ാമത്തെ വാക്യം, പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന ബെത്ലഹേം, അപ്പത്തിൻ്റെ ഭവനമല്ലേ, പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന സ്ഥലമല്ലേ ദേവാലയം, പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന സ്ഥലം. നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ലാറ്റിൻ ക്രമത്തിൽ പരിശുദ്ധ കുർബാന വച്ച് നീട്ടുമ്പോൾ, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ വിശ്വാസി അധരം തുറന്ന് ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് നാവിൽ കുർബാന സ്വീകരിക്കുന്നത്. ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അപ്രകാരം തന്നെ ആയിരിക്കട്ടെ, ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പ്രിയ ദൈവവൈതലേ, യേശുവിനെ ഏറ്റുപറയാനായിട്ടുള്ള ബെസ്റ്റ് അവസരമാണ് പരിശുദ്ധ കുർബാന സ്വീകരണമെങ്കിൽ നീ അത് ബെത്ലഹേം, അപ്പത്തിൻ്റെ ഭവനത്തിലൂടെയും നീ കടന്നു പോകണ്ടേ. ബെതേലിലൂടെ നീ കടന്നു പോകണം. ബെത്സദ, ബെത്ലഹേമിലൂടെ നീ കടന്നു പോകണം. ഇത് മറിയവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കേ. മറിയം ദൈവം ഇറങ്ങി വന്ന സ്ഥലമല്ലേ ദേവാലയം, ദൈവത്തിൻ്റെ ആലയമല്ലേ മറിയം. ദൈവത്തിൻ്റെ കരുണയാണ് ഈശോ ഉരുവായ സ്ഥലമല്ലേ മറിയം. ഇനി മറിയമല്ലേ അപ്പത്തിൻ്റെ ഭവനം, ദിവ്യകാരുണ്യമാകേണ്ടവൻ പിറന്നു വീണത് മറിയത്തിൻ്റെ ഉള്ളിലല്ലേ. അപ്പം മറിയത്തെ കൂട്ടുപിടിക്കുക, പാപികളോട് കൂടെയുള്ള മറിയത്തെ കൂട്ടുപിടിക്കുക. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ മറിയത്തെ കൂട്ടുപിടിച്ച്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ പരിശുദ്ധ ബലിയർപ്പണം, കുമ്പസാരം, തീർത്ഥ സങ്കേതങ്ങൾ, ശുശ്രൂഷകൾ, ഇതിലൂടെയൊക്കെ കടന്നുപോയി മറിയത്തോടൊപ്പം നീ പ്രാർത്ഥിച്ചാൽ, പ്രധാന മെയിൻ ബസലിക്കയിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ച് നീ കടന്നു പോയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് മനസ്സിലാകും നിനക്ക് അനുഗ്രഹം കിട്ടാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാകും. തീർത്ഥാടനം അടിപൊളിയാകട്ടെ, അനുഗ്രഹമാകട്ടെ. നിനക്ക് നല്ല തൃപ്തിയോടുകൂടെ തിരിച്ചു പോകാൻ സാധിക്കട്ടെ. നിനക്ക് ഈസ്റ്റർ, ഈ കാലഘട്ടം 19 ദിവസം
അത് നിനക്ക് അനുഗ്രഹമാകട്ടെ. നീ ആഗ്രഹിക്കുന്ന ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് പ്രിയ ദൈവ പൈതലെ നിനക്ക് ലഭിക്കട്ടെ. ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, നീ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. ഈ ദേവാലയത്തിൽ, കത്തോലിക്ക സഭ എന്ന ദേവാലയത്തോട് ചേർന്നുള്ള നിൻ്റെ ജീവിതം അഭിഷേകമുള്ളതാകട്ടെ. നിനക്ക് സന്തോഷമുണ്ടാകട്ടെ, ആനന്ദമുണ്ടാകട്ടെ. ഭാരപ്പെട്ട് ചെയ്യാതെ എല്ലാം നല്ല സ്നേഹത്തോടെ ചെയ്യാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നിനക്ക് ഉപകാരമാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്ന് യാഗമേക അൾത്താര മുന്നിൽ ഏകിടുന്നു, എൻ ജീവനെ ജീവനാഥ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് തന്നെ നൽകിയ ദാനങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ അവ ഞങ്ങളുടെ നശ്വരതയിൽ പോലും അങ്ങ് സൃഷ്ടിച്ചവ നൽകുന്ന സഹായത്തിന് സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾക്ക് അമർത്യതയുടെ ഔഷധമായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകൾ
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
മഹിമയേറിയ രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ കാവൽ ദൂതന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സുകൾ കനിവാർന്ന് ശുദ്ധീകരിക്കുകയും സ്വർഗീയ കൂദാശകളെ നവീകരിക്കുകയും ചെയ്യണമേ.
ഇപ്പോഴത്തെ പോലെ വരുംകാലത്തും ഞങ്ങളുടെ ശരീരങ്ങൾക്കുള്ള സഹായം ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.